അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഫാത്തിയ കഴിഞ്ഞാൽ പിന്നെ കാണുന്ന സൂറത്തല്ലേ സൂറത്ത് അൽ ബഖറ. അൽ ബഖറയിൽ ആദ്യത്തെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റാണത്. നമ്മൾ എന്താണ്, മനുഷ്യരാണോ, നമ്മൾ മുത്തഖീങ്ങളാണോ, നാളെ ആഖിറത്തിൽ വിജയിക്കുന്നവരാണോ എന്ന് നമുക്ക് നമ്മളെ തന്നെ പരീക്ഷിക്കാൻ പറ്റിയ, നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയൊരു പോയിന്റാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. അലിഫ് ലാം മീം. അല്ലാഹു അഅലം. അതിൻ്റെ അങ്ങനത്തെ ചില കോഡ് ഭാഷകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അത് ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, അലിഫ് അല്ലാഹു, ലാമ് ജിബ്രീൽ, മീം മുഹമ്മദ് റസൂലുള്ള, അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ മുഖേന മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ ഗ്രന്ഥം എന്നൊക്കെ ചില ആളുകൾ വിശദീകരിക്കുന്നുണ്ട്. ദാലിക്കൽ കിതാബു, ഈ പരിശുദ്ധ ഗ്രന്ഥം അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണെന്ന കാര്യത്തിൽ ലാ റൈബ ഫീ, ഒരല്പം പോലും സംശയമില്ല. എന്നിട്ട് പിന്നെ പറഞ്ഞ് ഹുദല്ലിൽ മുത്തഖീൻ, ഇത് മുത്തഖീങ്ങൾക്ക് ഹിദായത്തിൻ്റെ ഗ്രന്ഥമാണ്. മുത്തഖീങ്ങളാണ് അവസാനം നന്നായി മരിക്കുന്നവർ, ആഖിറത്തിൽ വിജയിക്കുന്നവർ. അല്ലാത്തവർ വിജയിക്കില്ല. മുസ്ലിമാണെന്ന് കരുതി ആഖിറത്തിൽ വിജയിക്കില്ല. സ്റ്റെതസ്കോപ്പ് ധരിച്ചവൻ ഡോക്ടറാകില്ല. പച്ച ഷർട്ടിട്ടവൻ ലീഗുകാരനാകൂല. ചുവപ്പ് ഷർട്ടിട്ടു എന്ന കാരണത്താൽ മാർക്സിസ്റ്റ് ആവൂല. കതിർ ഷർട്ടിട്ടു എന്ന കാരണത്താൽ കോൺഗ്രസ് ആവൂല. മറിച്ച് ഈ സ്റ്റെതസ്കോപ്പിൻ്റെയും പച്ചയുടെയും കതിറിൻ്റെയും ചുവപ്പിൻ്റെയും ഒക്കെ ആശയം ഉൾക്കൊള്ളുമ്പോഴാണ് അവൻ അതൊക്കെ ആയിത്തീരുന്നത് പോലെ മുസ്ലിമിൻ്റെ പേര് വെച്ചു എന്നതുകൊണ്ട് അവൻ മുസ്ലിം ആയിക്കൊള്ളണം എന്നില്ല. മറ്റത് കാനേഷുമാരി അതർബേക്കോട് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടൊരു മുസ്ലിം നാമധാരി എന്ന് പറയാമെന്നല്ലാതെ. പക്ഷെ ഇവിടെ ഹിദായത്ത് കിട്ടേണ്ടത് തഖ്വ ഉള്ളവർക്കാണ്. ഹുദല്ലിൽ മുത്തഖീൻ, തഖ്വ ഉള്ളവർക്കാണ് ഹിദായത്ത് കിട്ടുക. ആരാണ് മുത്തഖീങ്ങൾ? ആദ്യം തന്നെ പറയുന്നത് അതെല്ലാവരും മനസ്സിലാക്കേണ്ട പോയിന്റ് കേട്ടോ. ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഹിദായത്താണ് ഈ ഗ്രന്ഥം. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞ കാര്യത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നവർ. നരകം കണ്ടിട്ടില്ല, സ്വർഗം കണ്ടിട്ടില്ല, മലക്കുകളെ കണ്ടിട്ടില്ല, ഒന്നും കാണാതെ തന്നെ കണ്ടതിനേക്കാൾ കൂടുതൽ അചഞ്ചലമായി വിശ്വസിക്കുന്നവർ. കാണാത്തതൊന്നും ശരിയല്ല കൺമുന്നിൽ, കാണുന്നതൊക്കെയും സുവ്യക്തമാമെന്ന യുക്തിവാദികളുടെ അവസ്ഥ നമുക്കുണ്ടായിക്കൂടാ. കാരണം അള്ളാഹു പറഞ്ഞു, റസൂലുള്ള പറഞ്ഞു, അതിനേക്കാൾ അപ്പുറം പിന്നെ മറ്റൊന്നും ചർച്ച ചെയ്യാനില്ല. സുപ്രീം അതോറിറ്റി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. അവിടെ പിന്നെ സയൻറ്റിഫിക്കൽ മാനങ്ങളൊന്നും നോക്കേണ്ടതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, മറഞ്ഞ കാര്യത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുക, ഹൃദയത്തിൽ രൂഢമൂലമായി വിശ്വസിക്കുന്നവരാകണം. അതാണ് മുത്തഖീങ്ങൾ. ഒന്നാമത്തേത്. രണ്ട്, യുഖീമൂന സ്വലാഹ്, നിസ്കാരം നിലനിർത്തുന്നവരുമാകണം. എപ്പോഴെങ്കിലും പറ്റുമ്പോൾ നിസ്കരിക്കുന്നവരല്ല. യുഖീമൂന സ്വലാഹ്, നിസ്കാരം നിലനിർത്തുന്നവർ. ഒമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കും. അതൊരു വലിയ പോയിന്റ് കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൊടുത്തത് ചെലവഴിക്കും. കൊടുത്തത് ചെലവഴിക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് നിങ്ങളെ കയ്യിൽ, ഒരാളെ കയ്യിൽ 1000 രൂപ കൊടുത്തിട്ട് പറഞ്ഞു 500 രൂപ നീ എന്ത് ചെയ്യ്, അവർക്ക് കൊടുക്കുക, മറ്റൊരാൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തതിന് ചെലവഴിക്കാനാണ് പറഞ്ഞത്, അല്ല നിങ്ങളെ കയ്യിൽ നിന്ന് ചെലവഴിക്കാനല്ല. ഉമ്മ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കും. യുഅ്മിനൂന ബിൽ ഗൈബി യുഖീമൂന സ്വലാഹ മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക, വിശുദ്ധ ഖുർആൻ കൊണ്ടും അതിൻ്റെ മുമ്പിറങ്ങിയ ഗ്രന്ഥങ്ങളെ കൊണ്ടൊക്കെ അവർ വിശ്വസിക്കുന്നവരാണ്. മാ ഉൻസില വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, ഇമ്പോർട്ടൻ്റ് അതാണ്. ആഖിറത്തിൽ, അന്ത്യനാളിൽ ഒരു ജീവിതമുണ്ടെന്നുള്ള അചഞ്ചലമായ വിശ്വാസം. ഒരു മുസ്ലിമിനെ കുറിച്ചിടത്തോളം മരണത്തിന് ശേഷമാണ് അവൻ്റെ ജീവിതം, യഥാർത്ഥ ലൈഫ് തുടങ്ങുന്നത്. ഇത് താൽക്കാലികമായൊരു ടെൻറ്റാണ്.
മരണത്തിന് ശേഷം ഒബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ. ആ പറഞ്ഞ പോയിൻ്റൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒബിൽ ആഖിറത്തി യൂഖിനൂൻ എന്ന് പറഞ്ഞാൽ അത്ര ഉറപ്പിട്ടൂല. ഒബിൽ ആഖിറത്തി ആഖിറം കൊണ്ട് ഹും അവർ ഉറപ്പായിട്ടും യൂഖിനൂൻ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. കണ്ടതിനേക്കാൾ കൂടുതൽ ആഖിറത്തിലെ ജീവിതത്തെക്കുറിച്ച് വിശ്വസിക്കുന്നവരാണ്. ഇവരാണ് യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ. നമ്മളൊക്കെ അതാണോ എന്ന് ഒരു ആത്മപരിശോധന നടത്താൻ ഈ അൽ ബഖറയിലെ ആദ്യത്തെ പോയിന്റ് തുറക്കണം. നമ്മുടെ കണ്ണുകളൊക്കെ ഉൾക്കൊള്ളണം നമ്മളത്. അത് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റുകളാണ് കേട്ടോ. അസ്സലാമു അലൈക്കും.